ഹലോ. ആ നമ്മളെ പരിപാടിയൊക്കെ ഉഷാറന്നല്ലേ? നമ്മളവിടെ നമുക്ക് പണിയെടുക്കണം. വീടിൻ്റെ അവിടെ ഉണ്ട്. നേതാവ് പറഞ്ഞ മാതിരി ഞാനൊരു സെക്രട്ടറി എന്നുള്ള തിരിക്ക് ഞാൻ ഇനി ഇവിടെ വിളിച്ചോളാം, മീറ്റിംഗ് വിളിച്ചോളാം. ഒരു മിനിറ്റ് വെക്കുക, നമുക്ക് പറ്റിയ ഒരാൾ പോകണ്ട. അൻപറാ ബ്രോവാ അത് കിട്ടിക്കാ. ഈ എന്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്താ പറഞ്ഞോ എൻ്റെ ആങ്ങളാരും ഇങ്ങോട്ട് വന്നാൽ എന്നോട് തൊലിച്ച് തിന്നും. ഞാൻ ഇന്നും തല്ലും. ഇന്നോട് ചിലക്കാൻ വന്നാൽ ഞാൻ ഇന്നും തല്ലും. എന്നാ ഞാൻ ആങ്ങളാരോട് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എനിക്ക് വേണ്ടി വിളിക്കാൻ പറയാം ഓരോടൊന്ന്. ഓരോട് പറയണ്ട എന്താന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞോളാം. ഓരോട് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഇജ് വിളിക്കാൻ പറയുന്നേ താച്ച് ഇന്നിന്റെ നേരെ ചിലക്കാൻ വന്നാൽ താച്ച് മൂലക്കല് ചാടും. നീ എന്നാ വിളിച്ചെടുത്ത് പോലെ അതേറെ വിളിച്ചെടുത്ത്. ഇതേ എന്താ സർവാക്കിയ വിളിച്ചേ? എന്തേ ഫോണിൽ കൂടെ ഭയങ്കര ചൂടാണ്. ഫോണിൽ കൂടെ അറിയാം പെണ്ണുങ്ങളെ കൊണ്ടുള്ള ചൊറാന്ന്. എന്റെ നാട്ടിലിപ്പോ നടക്കുന്ന സംഭവം തന്നെ ഇപ്പൊ അതല്ലേ. കുട്ടികളെ ചൊറോട് വേറെ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ കിട്ടൂല. ഒരു ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞാൽ ഇസ്തിരി ഇടൂല. ഒന്ന് മര്യാദക്ക് അലക്കാൻ പറഞ്ഞാൽ അലക്കൂല. പിന്നെ എന്തിനാ പറയുന്നേ? പിന്നെ ചിലകൊണ്ടുള്ള അടി വേറെ. അത് മനുഷ്യനോട് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ അടി കിട്ടുന്ന ആൾക്കാരുടെ പുറത്തു പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ചെറിയൊരു പരിപാടി തുടങ്ങി. എന്തോരെ തല്ലിട്ടാക്കളെ? അല്ല, ഇപ്പാന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇപ്പാന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ അത് കേറിയിരിക്കുന്ന പറഞ്ഞ അല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ് ഇപ്പാന്ന് പറഞ്ഞത്? എന്താണ് ഇന്ത്യൻ പുരുഷൻ അസോസിയേഷൻ. അതായത് ഈ വനിതാ കമ്മീഷൻ എതിരായിട്ടുള്ളത്. ഞമ്മക്കും വേണ്ട കമ്മീഷൻ. അതാണ്. അതിന് പറ്റിയ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. കാരണം എന്താ പറയുക? കാരണം എന്താ വെച്ചാല് കുറെ ആൾക്കാരുണ്ട് ഇതേമാതിരി തല്ല് കിട്ടണോല്. ഞാനിപ്പോ കൊടുക്കണേല് പെട്ടതാ. അത് ശരി. കിട്ടണോല് കുറെ ഉണ്ട്. അപ്പൊ ഓലും കൂടി ഇതിക്കൊണ്ട് കൂട്ടിയാല് വലിയൊരു ടീം ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ നല്ല കൊടുക്കലുണ്ട് പെണ്ണൊക്കെ. ഞാൻ അങ്ങോട്ട് കൊടുക്കണ യൂണിയനിൽ പെട്ടാന്ന്. ഇത് ഇങ്ങോട്ട് നാളെന്താ കയ്യൂർജിയിലായിരുന്നു. അത് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ ഇതിൽ പെട്ടതല്ല. അടി അതില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കണാണ്. ഇങ്ങോട്ട് കിട്ടണ കേസാ ഞാൻ പറഞ്ഞ. അങ്ങനത്തെ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. ഇനിയിപ്പോ അതിന്റെ മീറ്റിങ്ങള് നമുക്ക് നാളെ അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനൊരു മെമ്പർഷിപ്പ് എടുക്കാം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാറോ? നമ്മളെ സുബൈറിനെ അതിൽ കൂട്ടാം. സുബൈർ സംഭവം കൊടുക്കുക എന്നാ പറയല്. പക്ഷെ സുബൈറിന് നല്ല കിട്ടലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുണ്ട്. നമ്മളെ സുബൈറില്ലേ, ഞാൻ നാളെ പറഞ്ഞ കേട്ടിക്കണേ. ഓന്റെ കാലിന് നാളെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടേ ഞാൻ ചോദിച്ചു എന്താടാ കാലിന് എന്താ പറ്റിയത്. അപ്പൊ എന്നോട് പറഞ്ഞേ അത് ഞാൻ പണിസ്ഥലത്ത് നിന്ന് വീണാന്ന്. പെണ്ണുങ്ങൾ വലക്കോട്ട അടിച്ചാണല്ലോ കാലിന് തന്നെ. അന്ന് ഞാനും അറിഞ്ഞാണ്. ഇനിയിപ്പോ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. അതായത് കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ സുബൈറിന് ഞാൻ കൂട്ടതീക്ക് ഈ സുബൈറിനായിട്ട് ഇങ്ങോട്ട് പോവാ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വരാം. എന്നിട്ട് നമുക്ക് മീറ്റിംഗ് നാളെ നമുക്ക് വിളിച്ചാ ആയിക്കോട്ടെ. എന്നാ അതിനുള്ള സ്ഥലം സെറ്റ് ആക്കിയോളി. ഓക്കെ. ഞാൻ നാളെ ഞാൻ വരാം. ഞാന് ഇന്നിപ്പോ പണിക്കാർ വരാനിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാനൊന്ന് പെരി പോയിക്കാണ്ട് ഇങ്ങനെ വരാം. അപ്പൊ ഞാനിത് ആളുകളെ ഈ സുബൈറിനെ സെറ്റ് ആക്കിയാണ്ട് നമുക്ക് തമ്മിലാണ് കാണാം. അതാ നല്ലത്. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് പെണ്ണുങ്ങളെ മാഞ്ഞാളെ നമ്മൾ നിർത്തും. ഇങ്ങോട്ടൊക്കെ പിന്നെ അന്നെ തെരഞ്ഞ നടക്കണേ. എന്ത് അന്നെ അസർഫാ കണ്ടിരുന്നു? തരിച്ചല്ലേ അസർഫാക്കല്ലേ നീ? നമ്മളെ ഈ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഓരോന്നും ഉണ്ടാക്കണേ. മൂപ്പര് പറഞ്ഞണ് ഈ പെണ്ണുങ്ങളെ അടുത്ത് തല്ല് കിട്ടണ ഭർത്താക്കന്മാര്. ഞാനൊക്കെ പെണ്ണുങ്ങൾക്ക് തല്ല് കൊടുക്കണ കൂട്ടത്തിലാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ മൂപ്പർക്ക് കുറച്ച് ആൾക്കാർ അങ്ങനത്തെ അറിയാം. അപ്പൊ ഈ വനിതാ കമ്മീഷന്മാരത്തെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം പറഞ്ഞ് അത് ഉണ്ടാക്കുന്നുണ്ടോ? പുരുഷ കമ്മീഷനാ. അതാവുമ്പോ എന്താ വെച്ചാല് ഇവർക്ക് കുറെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഈ പെണ്ണാണെന്ന് മറ്റേ മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഞമ്മക്കും അതേമാതിരി ഉള്ള ഇത് കിട്ടണം, ആനുകൂല്യങ്ങൾ. അതിന് വേണ്ടിട്ട് ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, മറക്കണ്ട. എന്തായാലും എത്തിക്കും. നമ്മളെ അങ്ങാടി വെച്ചിട്ടുണ്ടാവും, ഏത് റൂമിലാവും. അപ്പൊ നിർബന്ധമായിട്ട് പങ്കെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന് പൈസ ചെലവൊന്നുമില്ല. ഇതെന്താ പറയാ, ഈ പെണ്ണുങ്ങൾക്ക് നല്ല അങ്ങോട്ട് കൊടുക്കണ കൂട്ടത്തിലാണെന്നുള്ള എനിക്കറിയാം. ഇന്റേത് എനിക്കറിയല്ലോ. പക്ഷെ എന്താരോ ഇത് ചെറുട്ടി കൊണ്ട് ഇങ്ങോട്ട് കിട്ടണം കുറച്ച് ആൾക്കാരുണ്ട്. ഓർക്ക് മാണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടീമാണത്. അതൊരു നല്ല കാര്യം. അപ്പൊ നമുക്ക് അഥവാ ഈ ചെറുട്ടി കൊണ്ട് അഡിക്റ്റ് ചെയ്യണമെങ്കിൽ പരിക്കൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓർക്ക് ഗവൺമെന്റിന് എന്തെങ്കിലും കിട്ടും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒരുങ്ങി നിന്നോ. ഇന്ന് വൈകുന്നേരം മറക്കണ്ട. 5 മണിക്ക് കേട്ടോ. ആയിക്കോട്ടെ. നല്ല പടച്ചം വരാനെ പെണ്ണുങ്ങളാണല്ലോ വിളിച്ചത്. ഹലോ, ഇല്ലടി ഞാൻ വരാ. ഇല്ല നേരം വെക്കൂലേ? ചെമ്മീനാ? ചെമ്മീൻ വാങ്ങുന്നത് കായിൻ്റെ അടുത്ത് ഇല്ലല്ലോ. ഇല്ല ഞാൻ കടം വാങ്ങിയാലേ കൊണ്ടുവരാ. എങ്ങനെ വെക്കണ്ടേ? ബിരിയാണി ആയിട്ടാണോ? അത് വൈകുന്നേരത്തെ കാര്യമില്ല, വേറെ ഞാൻ കൊത്തിത്തരാ. ഞാനാണ് ബന്നജിന്റെ എന്താ ചെയ്യുവോ? ഈ പേടി എന്റെ മുന്നിക്ക് വരാന്.
ഇല്ല വിറകെ കൊത്തിത്തരാ. ഒരു ലോഡ് കൂടി ഇറക്കേനു. വൈകുന്നേരം ആകുമ്പോ ഇറക്കിയാൽ മതിയോ? ആയിക്കോട്ടെ, ഞാൻ വരാ. ഇനി വെച്ചാളാ ഫോണ്. ഞാൻ ആണ്ട് വന്നോണ്ടിരിക്കാണ്. ഇജ്ജ് വെച്ചാളെ. ഇല്ല നേരം വെക്കൂലാന്ന്. ഞാൻ വരുന്നേ. ഓ, ഈ പേര് യുദ്ധാവോ ഇവിടെ. നേതാവ്, ആള് എവിടെയൊക്കെ ഒരു 8-10 ആൾക്കാരുണ്ട്. ആള് ഇന്ന് വിളിച്ചോളാം. അതിൽ 1-2 ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹിതന്മാരെന്നെ കാണൂലേ. ഓല് എന്താ വെച്ചാൽ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കല് പെണ്ണുങ്ങൾ അങ്ങോട്ട് അടിക്കുന്ന ടീമാന്നാണ്. നമ്മക്കതിന്റെ സത്യാവസ്ഥ അറിയുള്ളൂ. ഒരുത്തനക്ക് ചരണ്ടും ഒരിക്കൽ കിട്ടിയിരിക്കണ്, ഒരുത്തനക്ക് വലക്കൊണ്ടും കിട്ടിയിരിക്കണ്. അല്ല, നമുക്ക് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടിയത്. ആ പാവങ്ങൾ നമ്മൾ രക്ഷിക്കണ്ടേ. ആയിക്കോട്ടെ, ഞാനേ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കണ്ടു വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ഓരോന്ന് കണ്ടാട്ടെ. ഓക്കെ, ശരി എന്നാലേ. ഓക്കെ. ആഷർഫാക്കാന്റെ പ്രസംഗം അത് അടിപൊളി. ഞാനല്ലെങ്കിലും ഇത്രത്തോളം അതിൽ പ്രതീക്ഷിച്ചിട്ടു. ഇന്ന് മുതല് നമ്മളൊരു തീരുമാനം എടുക്കാണ്. എന്താണ്? കൊടുത്തോളണം പെണ്ണുങ്ങളെ, കൊടുത്തോളണം. വേറെ വർത്താനല്ല. ഞാൻ ഇന്നലെ ചെല്ലട്ടെ. പേരിലിട്ട മൂലൊക്കെ ഇട്ടുണ്ട്. വെള്ളം കുടിച്ച് ചവിട്ടി. കൊറേ ദിവസമായി നമ്മള് ഇവിടെ ശരിക്കും അടിയുറച്ച് നിൽക്കണ്ടേ നിലപാടെടുക്കണേ. എന്താ വെച്ചാല് അല്ലെങ്കിൽ അടുത്ത തലമുറ കൂടി കുറെ ആൾക്കാരുണ്ട് ഈ പെണ്ണുങ്ങൾ തല്ലിട്ട്. കുട്ടികൾക്ക് എന്ത് പഠിച്ചല്ലേ. അപ്പൊ ഞാനും അങ്ങോട്ട് കൊടുക്കലുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അസർഫാക്കാന്റെ ആ ഒരു ചൂടും ചൊണിയും കണ്ടു. പ്രസംഗം അടിപൊളിയായി. ഒരു വർത്താനം കേട്ടോ. ഇന്ന് ശരിയാക്കണം. അല്ല അൻപറേ, ഇതിപ്പോ ഞാൻ എങ്ങനെ കൊടുക്കും? ഞാനിന്ന് മടക്കിന് വെക്കും. മടക്കിന് വെച്ചിട്ട് മുടി ഇങ്ങോട്ട് താഴത്ത് കുടിച്ചിട്ട് ഈ കുത്ത് കൊടുക്കണം. ഒരു കുത്ത് കുത്തിയാ പോരാന്ന് തന്നെ. ഒരു കുത്തല്ല പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ ഒരു വെള്ളം കൊടുത്താണ്ട് മൂലക്കിട്ട് നാല് ചോട്ടും. പറഞ്ഞ റാനിങ്ങിയാല് ആങ്ങളാരെ പുകഴ്ത്തുന്ന. ആങ്ങളാര് പുകഴ്ത്തിട്ടെ. അങ്ങനെ കൊടുക്കുക. ഞാൻ പറഞ്ഞതേ മൂലക്കെട്ട് ചവിട്ടി കൂട്ടുന്നേ. ചവിട്ടി കൂട്ടണം. അവിടെ നീച്ചാലേക്കൂലേ. ഇനി നീച്ച കയ്യരുത്. അതാണ് ഇനി മേലാൾക്ക് മേക്കട്ട് കയറാൻ വരും. അതന്നെ. ഇജ് കൊടുത്താണ്ട് അങ്ങാടിക്ക് പോര്. ഞാൻ കൊടുത്താണ്ട് ഇപ്പൊ തന്നെ അങ്ങാടിക്ക്. ഞാനും വരാം. എന്താ എന്താ വർത്താനോ? നല്ല. എന്തിപ്പത്? എന്താ എവിടെ വീണാ? ഒന്നുമില്ല. ഞാൻ ഇന്നലെ നിങ്ങളാ തീപ്പൊരി പ്രസംഗം കേട്ടാണ്ട് പെരേക്കാണ്ട് പോയാണ്ട് ചെന്ന് കയറിയപ്പോ തന്നെ പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചേ കുട്ടിയേക്ക് ബിസ്ക്കറ്റ് കൊടുന്നില്ലെന്ന്. അപ്പൊ ഞങ്ങളാ പ്രസംഗമൊക്കെ കേട്ടല്ലേ. അതിൽ പറഞ്ഞു ബിസ്ക്കറ്റ് ഞാൻ കൊടുന്നിട്ടില്ല ചെത്താ കാട്ടു വെച്ച്. അതിലോളിന്റെ മേൽക്കൊണ്ട് വന്ന് ഞാൻ ഓളെ പിടിച്ചൊരു തള്ളാണ്ട് തള്ളി. അങ്ങനെ വേണ്ടുന്ന കുതൂലൊക്കെ ഉണ്ടായി. ഞാൻ എന്ത് ചെയ്ത് നേരാവും തള്ളും തള്ളിയാണ്ട് അങ്ങാടിക്ക് ഇറങ്ങിയാണ്ട് നമ്മളെ മൂസാക്കാന്റെ പീടിയന്റെ മുന്നിൽ കുത്തർക്ക. ഒരു ജീപ്പ് വന്നാണ്ട് കേൾക്കില്ല ഞങ്ങളത്. ഒരു ജീപ്പ് വന്നാണ്ട് ബ്രേക്ക് ഇട്ടൊരു നിർത്താ കേറ്റിയത് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങളോടായതുകൊണ്ട് പറയല്ലോ, പട്ടിനെ തല്ലിടമാരി അങ്ങാടിയിലിട്ട് തല്ലി. ആരെ? ഓളാങ്ങളാരും മൂത്താപ്പാരും എളാപ്പാരും ഒക്കെ ഉണ്ടായി. അൻപറിനോട് ഒരു കാര്യം പറയാൻ പറ്റ മറന്നേ. തിരിയാൻ പറ്റ ഇവിടക്ക് കിട്ടിയ ചവിട്ടേ. അതെ, ഒരു ചവിട്ടേ. അൻപറിനോട് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്തേ? നമ്മളെ നേതാവ് വിളിച്ചു കാണ്ട് പറഞ്ഞേ, ഇത് ഞാൻ ചോദിച്ചേ ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, എന്താപ്പതെന്നൊക്കെ ചോദിച്ചേ. അപ്പൊ നേതാവ് പറഞ്ഞ എന്താരോ? എന്താ? ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, നമ്മളിതിങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുള്ളൂന്ന്. തന്നെ വളരെ നന്നായി. ഞാൻ നിങ്ങളെ പ്രസംഗം കേട്ടാണ്ടാണ് ചെന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാ ശരി, എന്നാലും കാണട്ടോ. എവിടെ പോണേ? ഞാൻ ഒന്ന് പോയോകട്ടെ. കാരണം ഏതെങ്കിലും വൈദ്യരെ കാണാഞ്ഞാലേ ഈ മടങ്ങിയത് നീരൂല. രാവിലെ തിരിഞ്ഞ മാതിരി. അപ്പൊ കാണാൻ നല്ല മീറ്റിംഗ് അല്ലേ. ശരി, ഓക്കെ. ഏതായാലും അൻവറിന് പുറത്തേക്ക് കിട്ടിയത് കൊണ്ട് നാട്ടുകാരൊക്കെ കാണാനായി. പാവാണ്. എന്തായാലും ഞാനും ഒന്ന് പോയോക്കട്ടെ. നമുക്ക് ഉള്ളിക്കായതുകൊണ്ടേ എക്സ്റേ എടുക്കേണ്ടി വരും. ഏതായാലും ഉമ്മാതിരി മീറ്റിംഗ് ഒക്കെ നാട്ടിൽ നിന്ന് നടക്കുമ്പോ ഒഴിഞ്ഞു മാറി നടക്കാന്നല്ലേ. പെണ്ണുങ്ങൾ എന്നും പെണ്ണുങ്ങൾ തന്നെയാണ്. അനുഭവം കൊണ്ട് പഠിച്ചു പടച്ചോനെ. ഔ, വല്ലാത്ത തന്നെയാണ്. അയ്യോ, അതൊക്കെ ഇപ്പൊ ഇന്റെ കഥപ്പം ഇങ്ങനെ. അപ്പൊ നമ്മളെ സുബൈറിന്റെ കഥപ്പം എന്താവും പടച്ചോനെ. ഇനിയിപ്പോ എങ്ങനെയാ ചെറുക്കനെ മൂത്തുകയാൻ നോക്കുക. ഔ, ഓനാണെന്നുണ്ടെങ്കിൽ പൊതുവേ തല്ലുകൊള്ളുന്ന ഒരാളാ. അതിന്റെ പുറമെ 4 ചവിട്ടും കൂടി വെള്ളം കുറഞ്ഞ് ചവിട്ടുന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അതിനെ നേരെ തിരിച്ച് ചവിട്ടിയിട്ടുണ്ടാവും. അതിന്റെ കഥ ഇനി എന്താണാവോ.
പടച്ച റബ്ബ് കാക്കട്ടെ ഏതായാലും